നമസ്കാരം. ഞാൻ മീനാക്ഷി ആർ മൂസത്, ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഞാൻ ഇന്ന് പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾക്കറിയുമോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കടം തീർത്തു തരണേ, എൻ്റെ മകളുടെ വിവാഹം നടത്തി തരണേ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം നടത്തി തരണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നൊക്കെയായിരിക്കും അല്ലേ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ? ദൈവം പറയും തഥാസ്തു എന്ന്. അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുമോ, നമ്മൾ പറയുന്നതെല്ലാം നല്ലതായാലും മോശമായാലും അത് തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയുക. നിങ്ങൾക്ക് പണം കൊടുക്കാനുള്ളത് ഇത്ര ലക്ഷമാണെങ്കിൽ, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ എനിക്ക് ലഭിച്ചതിന് നന്ദി ദൈവമേ, എൻ്റെ മകളുടെ വിവാഹം നടത്തി തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് പരിപൂർണ ആരോഗ്യമുള്ളതിന് നന്ദി ദൈവമേ. ഇങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. എന്താണോ നമുക്ക് വേണ്ടത് അതിന് ഫീലിങ്ങോടെ നന്ദി പറയുക. ദൈവത്തിനു മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തഥാസ്തു എന്ന് പറയും. പ്രപഞ്ചശക്തിയുടെ നിഘണ്ടുവിൽ ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, തഥാസ്തു എന്ന്. നമ്മൾ എന്ത് പറയുന്നുവോ അത് തന്നെ തിരിച്ച് നമ്മളിലേക്ക് വരികയും ചെയ്യും. എപ്പോഴും ഇങ്ങനെ പറയുക. എനിക്ക് കാഴ്ചശക്തിയുള്ള കണ്ണുകൾ തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് സ്നേഹമുള്ള ഭർത്താവിനെ തന്നതിന് നന്ദി ദൈവമേ, സ്നേഹമുള്ള ഭാര്യയെ തന്നതിന് നന്ദി ദൈവമേ, നല്ല അച്ഛനെയും അമ്മയെയും തന്നതിന് നന്ദി ദൈവമേ, നല്ല വീട് തന്നതിന് നന്ദി ദൈവമേ എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. താങ്ക് യു.